നമ്മുടെ എംബസിയും മറ്റ് മെയിൻ ഓഫീസേഴ്സും ഒക്കെ ആയിട്ടുള്ള എന്റെ മീറ്റിങ്ങുകൾ, അതുപോലെ തന്നെ എന്റെ ബുക്കിന്റെ എക്കോസ് ഓഫ് പീസ് ആൻഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ബുക്കിന്റെ ലോഞ്ച് നടത്തിയത് യുക്രൈനിലെ വത്തിക്കാൻ സ്ഥാനപതിയുടെ ഓഫീസിലായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് കീവില് എനിക്ക് തോന്നുന്നു ഒരു 10 ദിവസത്തോളം ഐ വാസ് ഇൻ കീവ്. വളരെ ഒരു ദിവസം പോലും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഉറക്കഗുളിക കഴിച്ചിട്ട് തന്നെയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റുക. കാരണം നമുക്ക് ഈ എയർ അലേർട്ട് വരും. ഓ. ഇപ്പൊ അതിനകത്ത് ഏതൊക്കെ സ്ഥലങ്ങളിൽ അവർ മാപ്പ് കാണിക്കും, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഇന്ന് റഷ്യയുടെ മിസൈൽ വരുന്നത് എന്നുള്ള ഒരു എയർ അലേർട്ട് നേരത്തെ വരും. അപ്പം ഞങ്ങളായിരിക്കുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇങ്ങനെ അനൗൺസ്മെന്റ് കേട്ടുകൊണ്ടിരിക്കും, നിങ്ങൾ ബങ്കറിലേക്ക് പോകൂ, നിങ്ങൾ ഇനി ഒരു അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നിടം വരെ നിങ്ങൾ ബങ്കറിലായിരിക്കണം എന്നൊക്കെ നമ്മളോട് പറയും. അപ്പൊ കീവിൽ അന്ന് ആ 5 പേരുടെ മരണം നടക്കുന്ന ദിവസം ഞങ്ങള് കീവിലാണ്. എനിക്കത് എങ്ങനെയാ പറയണ്ടേന്ന് അറിയില്ല. കാരണം ആ സമയത്ത് പിന്നെ ഞാനുണ്ട് സിസ്റ്റർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഏതായാലും ഞങ്ങൾ മരിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കോലാഹലവും ഒച്ചയും ബഹളവും സൈറനും ഒക്കെ കേൾക്കുന്നത് കീവിലാണെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് കുറെ ദൂരെയായിട്ടാണ്. ഒരു 20 എണ്ണം വരെയൊക്കെ എണ്ണാൻ പറ്റി. നമ്മളിങ്ങനെ കാണാം മിസൈൽ പോകുന്നതും. അപ്പൊ 20 എണ്ണം വരെ നമുക്ക് എണ്ണും അവിടെ നിന്ന് പൊട്ടുന്നതും ഒക്കെ. അപ്പോഴൊക്കെ നമ്മൾ വിചാരിക്കും, ഈശ്വര എത്രയോ പേര് മരിക്കുന്നുണ്ടാവും. ആ ഒരു മാനസികാവസ്ഥ എനിക്ക് തോന്നുന്നത് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല. മരണം മുന്നിൽ കാണുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പില് കുറെ ആൾക്കാർ മരിക്കുമല്ലോ എന്നുള്ള ഒരു വേവലാതി. നമ്മൾ എന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ പിന്നെ ഇവരുടെ ഡ്രോൺ പോയിട്ട് അത് ഡിഫ്യൂസ് ചെയ്യുന്നതും അതും കാണാം നമുക്ക്. ഈ ദീപാവലിക്ക് പടക്കം പൊട്ടിയിട്ട് അതിൽ നിന്ന് വലിയ പടക്കങ്ങൾ പൊട്ടും, ഈ പൂ പോലെയുള്ളതൊക്കെ പൊട്ടിയിട്ട് രശ്മികൾ ഇങ്ങനെ ചെതറിപ്പൊളി. അപ്പൊ അതുപോലെയുള്ള കാഴ്ചകളൊക്കെ ജനലിൽ അതോടെ കാണാം.